ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. ആദ്യത്തെ ഒരു സൈൻ ആണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ അധികവും സംസാരിക്കുക ഇൻകൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും, അതായത് ഒരു സ്ഥിരതയുണ്ടായിരിക്കില്ല എന്ന് ചുരുക്കം. 2, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകൾ വൾണറബിൾ ആകുന്നതിന് വേണ്ടി ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സീക്രട്സോ ഒന്നും തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യില്ല. 3, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകൾ കമ്മിറ്റ്മെന്റ്സിലേക്ക് പോവാൻ അത്ര താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കില്ല. 4, വൾണറബിൾ ആകില്ല എന്നുള്ളത് പോലെ തന്നെ ഇവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും ഇവർ മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം അവരുടെ ഫീലിങ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീക്ക് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു വീക്ക്നെസ് ആണ് എന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ തിങ്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇവർ ഒരിക്കലും അവരുടെ ലൈഫിൽ മറ്റുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ വളരെ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ വളരെ പ്രഷർ കൊടുത്ത് അവരുടെ ലൈഫിൽ സ്റ്റേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കില്ല എന്നുള്ളതാണ്.